ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് DIY ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ, ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ അതൊന്ന് ലൈറ്റൻ ചെയ്യാൻ, പിന്നെ സ്മോക്ക് ചെയ്യുന്ന കാണുകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട നമ്മളിപ്പോൾ ഡെയിലി ചായ കുടിക്കുന്നവരാണല്ലോ, ഈ ചായ തന്നെ നമ്മുടെ ചുണ്ടിൽ നല്ല പിഗ്മെൻറ്റേഷൻ വരുത്തും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്ത് കിട്ടും, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് DIY എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ വലിയ ബീട്രൂട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ ആവശ്യമുള്ളൂ. അത് ഞാൻ ഒരു ജാറിൽ കുറച്ച് പീസാക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഒരുപാട് അരഞ്ഞിട്ടുള്ള നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ഒട്ടും ചേർക്കാതെ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണം. ഇത്രയുണ്ട്, ഒരു ചെറിയ ബീട്രൂട്ടാണ്. ഇത്രയും ജ്യൂസിൻ്റെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് കളഞ്ഞ് ഈ ബീട്രൂട്ടിൻ്റെ സത്ത് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് നിങ്ങൾ ആക്കിയെടുക്കണം. അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോയി കഴിയുമ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് ഒരു തിക്ക് ജ്യൂസ് പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ആക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതായി കിട്ടും. ഈ സെയിം ബീട്രൂട്ടിൻ്റെ ഈ ഒരു തിക്ക് പേസ്റ്റ് കൊണ്ട് നമുക്ക് വേറെയും കുറച്ച് ടിപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലിപ്റ്റിൻ്റെ ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു തിക്ക് പേസ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടിത്രയാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു ചെറിയൊരു ബോട്ടിലേക്ക്, ഒരു ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു ടിൻ മതി. നമുക്ക് ലിപ് ബാമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. ഗ്ലിസറിൻ ഒരല്പം ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ആ തിക്ക് പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ഇത്രയാണ്, ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു പാകത്തിന് മതി കേട്ടോ. നമുക്ക് ഇത് തന്നെ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തത്. ഞാനിപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ട് ഫുള്ളായിട്ട് ഞാൻ എടുക്കാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 2-3 ടിപ്സും കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ അത് വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലിപ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഇത്ര മതി. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ബീട്രൂട്ട് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ഓയിൻമെൻറ്റ് മെഡിസിൻ കൂടെ കിട്ടിയതാണ്. നല്ല അടിപൊളി സംഭവമാണ്. നമുക്കിത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ബഡ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ തന്നെ പറ്റിയിരിക്കും. ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കി നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു മാസമൊക്കെ നിങ്ങൾക്ക് ഈ ഇത്രയും മതി. അപ്പോൾ നിങ്ങളിതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കണ്ടു. സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി. നിങ്ങൾക്ക് ഇത് ധാരാളം. ഞാനിപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പിന്നെ ഉണ്ടാക്കി വെച്ചാൽ അത് തീരുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും തരത്തില്ല. ഇതെനിക്കൊരു ഓയിൻമെൻറ്റ് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പിമ്പിൾസ് മാറാൻ വേണ്ടി നല്ല അടിപൊളി ഒരു ഓയിൻമെൻറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ മറ്റേ ഐകാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ ആയിട്ട് ലിങ്ക് കൊടുക്കാൻ, നിങ്ങൾ കണ്ടു നോക്കുക. യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മുഖക്കുരു ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സംഭവമാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അപ്പോൾ ഈ ഒരു സ്റ്റിക്കാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് ബഡ്സ് വേണമെങ്കിൽ ബഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ബഡ്സിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടെ നല്ലത് ഇതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല തിക്കായിട്ടിരിക്കും ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ലിപ്റ്റിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങളൊരു 1 മന്ത് ഒക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. മാക്സിമം 1, 2, 3 തവണ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാഷ് ചെയ്ത് കളയുവാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വീട്ടിലിരിക്കല്ലേ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ ലിപ്പിൽ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ അപ്ലൈ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. എടുക്കുമ്പോഴൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ബഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബഡ്സ് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ഇതാണെങ്കിൽ കേട്ടല്ലോ, ബഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലുള്ള പഞ്ഞിട്ട് ഇങ്ങനെ നനഞ്ഞ് ഇതായിട്ട് അങ്ങനെ ഇരിക്കും. ഇതാകുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റേ ചേമ്പില പോലെയുണ്ട്, ഇങ്ങനെ ഇതിൽ പറ്റി പിടിച്ചിരിക്കത്തില്ല. ഇതിങ്ങനെ പോരും, ആവശ്യത്തിന് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ അപ്ലൈ ചെയ്ത് വയ്ക്കുക.
ഇത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആയിക്കോളും, അങ്ങനെ ഇങ്ങനെ ഇരിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ഇത് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടായിട്ട് നിങ്ങളിത് വീണ്ടും അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 2-3 തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാനായിട്ട് 1 വീക്ക് ആയിട്ടുണ്ട്. 1 വീക്ക് കൂടുതലായി എന്നും തോന്നുന്നു. ഞാൻ അത്രയൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര മാറ്റം എന്നല്ല, പക്ഷേ മാറ്റം വന്ന് തുടങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ഇത് കണ്ടിന്യൂസ് ചെയ്യും. കാരണം എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആണ്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെയും ഞാൻ പണ്ട് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ലിപ്സ്റ്റിക്ക് നിർബന്ധമായിരുന്നു, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉറപ്പായിട്ട് ഇനിയും ട്രൈ ചെയ്യുന്നില്ല, ഇത് യൂസ് ചെയ്യും. എനിക്ക് ഉറപ്പായിട്ട് മാറുമെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട്. അപ്പോൾ നിങ്ങളും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.